സ്ത്രീകൾക്ക് മാത്രമായി സൗജന്യ യാത്ര നൽകുകയും KSRTC ബസ്സുകളിൽ പുരുഷന് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന കാര്യത്തിൽ പ്രതിഷേധവും വിഷമവും ഉണ്ട്. പക്ഷേ ഈ ബസ് തടയുന്നത് പോലുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്, അമിതമായ റിയാക്ഷൻസ് ആണ്. അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും കൂടി എടുത്തു പറയാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്ത പുരുഷ സംഘടനകളുണ്ട്. എല്ലാവരെയും നമുക്ക് വ്യക്തിപരമായി അറിയുന്നവരാണ്, എല്ലാവരോടും സഹകരിക്കുന്നവരാണ്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഓവർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിന് നമ്മൾ ഉയർത്തുന്ന കോസിന്റെ വില കുറയ്ക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീരിയസ് ആയ കാര്യങ്ങൾ ഭരണകൂടവും MLA-മാരും മാധ്യമങ്ങളും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നതിൽ നിന്നും, നമ്മൾ ഉയർത്തുന്ന ഗൗരവമായ പോയിന്റുകൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും ഈ തീവ്ര റിയാക്ഷൻസ് നമ്മൾ ഉയർത്തുന്ന കോസിനെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങളിലൊന്ന്, അങ്ങനെ വ്യത്യസ്ത പുരുഷ സംഘടനകളോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങളിലൊന്ന്, KSRTC ബസ്സിൽ പുരുഷനും കൂടി ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കണ്ട എന്നുള്ള സമീപനം നമുക്ക് ആർക്കുമില്ല. സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്താൽ ബസ് തടയണം എന്ന് പറയുന്ന സമീപനം ആർക്കുമില്ല. പലപ്പോഴും ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം പല ആൾക്കാരും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ബസ് തടയാൻ പോണേന്നൊക്കെ. അപ്പോൾ ഈ ബസ് തടയലടക്കമുള്ള തീവ്രമായ നടപടികൾ ശരിയല്ലെന്ന് പറയാനാണ്. ഇന്ന് ഞാനൊക്കെ ഏറ്റവും ചീത്ത കേൾക്കുന്ന കാര്യങ്ങളിലൊന്ന് സവാദിനെ നീയൊക്കെ ന്യായീകരിച്ചില്ലേ എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ സവാദിന്റെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഇരുന്നിട്ടില്ല. സവാദ് രണ്ടാമത്തെ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ ഉണ്ടായപ്പോൾ ആദ്യ കേസിൽ സവാദിന്റെ ദുരനുഭവം നേരിടുന്ന മസ്താനിയെ ഞാൻ വിളിച്ച് ക്ഷമ പറയുകയുണ്ടായി. എന്നിട്ട് മസ്താനിയോട് പറഞ്ഞു, ആദ്യ കേസിൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിലാണ് എനിക്ക് ക്ഷമ പറയാനുള്ളത്. ഞങ്ങളൊക്കെ വളരെ മോഡറേറ്റായി മിതത്വത്തോടു കൂടി പറയുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ശ്രീ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പടക്കം പൊട്ടിക്കാനും മറ്റേ ലഡ്ഡു കൊടുക്കാനും ഒക്കെ പോകുന്നത് കോടതിയോടുള്ള അവഹേളനം കൂടിയാണ്. ഇതിന്റെ കാര്യം, ഇത് ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കണം എന്നുള്ളതല്ല പുരുഷാവകാശ പ്രവർത്തനം. ഞങ്ങളുടെ പുരുഷാവകാശ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്, സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ, സ്ത്രീപക്ഷവാദികളുടെ കുരു പൊട്ടിക്കുക. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അത് ഈ ഓവർ റിയാക്ഷനാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു ഓളം ഉണ്ടാക്കാനോ ഓവർ റിയാക്ഷൻ ഉണ്ടാക്കാനോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ വളരെ ആലോചിച്ചാണ്. അപ്പം കേരള സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും ഈ KSRTCയിലെ സ്ത്രീജനങ്ങളുടെ യാത്രയുടെ കാര്യം ശരിയാക്കാൻ. അത് ശ്രീ CP ജോണും ശ്രീ VD സതീശനും കൂടെ കണ്ടെത്തിക്കോളും. നമുക്ക് അതിനോടൊന്നും അല്ലല്ലോ വിയോജിപ്പുള്ളത്. എന്നാൽ പുരുഷനും കൂടി ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും കൊടുക്കണം. ഉദാഹരണം, പ്രായമായ പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ക്രിയേറ്റീവായ, പോസിറ്റീവായ, സർഗാത്മകമായ സമീപനങ്ങളോ ഫീഡ്ബാക്കോ ക്രിറ്റിസിസത്തിനോ അധികമായിട്ട് ചില ആൾക്കാരെങ്കിലും, അതായത് ബസ്സുകളുടെ ഫ്രണ്ടിൽ തടയുമെന്നും ബസ്സുകളിൽ നിയമം വിരുദ്ധം ബസ്സുകളിൽ പുരുഷന്മാർ ഫ്രീ ആയിട്ട് കയറി യാത്ര ചെയ്യണമെന്നും എന്നൊക്കെ പറയുന്നത് നിയമത്തോടുള്ള അവഹേളനമാണ്, KSRTCയോടുള്ള അവഹേളനമാണ്. പാവപ്പെട്ട ഏതെങ്കിലും ഒരു കണ്ടക്ടർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്, ആ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഗതികേടിലേക്ക് വരും. അതുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങളുടെ ഏറ്റവും, ആരെയും പേരെടുത്ത് പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല. പക്ഷേ പറയാനുള്ള കാര്യം, നമ്മൾ മുമ്പോട്ട് നിലപാടുകൾ വെക്കുമ്പോൾ പൊതുസമൂഹത്തിനും കൂടി സ്വീകരിക്കപ്പെടണം. ഞാനും മുകേഷും ഒക്കെ പ്രസ് മീറ്റിലൊക്കെ ഇരിക്കുന്നതിനും പലതവണ ആലോചിക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിപ്പോകരുത്, നമ്മൾ സ്ത്രീവിരുദ്ധരല്ല, സ്ത്രീവിരുദ്ധരായി ചിത്രീകരിക്കാൻ മറ്റൊരാൾക്ക് അവസരം കൊടുക്കരുത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ സൂക്ഷ്മത വേണം, വലിയ കൃത്യത വേണം. അല്ലാതെ പോകരുത്. ഇപ്പം ഞങ്ങളൊക്കെ സീരിയസ് ആയിട്ട്, അതായത് വളരെ ഗൗരവത്തോടെ ഒരു നിയമത്തിന്റെ പണിപ്പുരയിലാണ്. സ്ത്രീകൾക്ക് ഇപ്പൊ അതിജീവിത എന്നാണ് സ്ത്രീകളെ വിളിക്കാറുള്ളത് ഒരു കേസിൽ വന്നാൽ. അതേപോലെ പുരുഷനെ ആരോപിതൻ എന്ന് മാത്രമേ വിളിക്കാവൂ. പുരുഷന്റെ ഐഡന്റിറ്റിയും പേരും പറയാൻ പാടില്ല. റീസണബിൾ ആയ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു ഉത്തരവ് ഇങ്ങനെയാണ്. അതായത് ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ ഹൈക്കോടതി പറഞ്ഞു, പുരുഷന്മാരുടെ പേരും വെളിവിടാൻ പാടില്ല, അവർക്കും സ്വകാര്യതയുണ്ട്. ഈ വിധിയെ എടുത്ത് ഒരു നിയമമാക്കി മാറ്റി ഞങ്ങൾ MLA-മാരുടെ അടുത്ത് ക്യാമ്പയിൻ ചെയ്യാൻ നിൽക്കുക. നാളെ ഞങ്ങൾ MLA-മാരുടെ അടുത്തും മന്ത്രിമാരുടെ അടുത്തും ചെല്ലുമ്പോൾ അവർ കളിയാക്കി ഞങ്ങളോട് ചോദിക്കരുത്, നീയൊക്കെ ബസ് തടയാൻ പോയിട്ട് എന്തായി. ഇതിന്റെ പ്രശ്നം, ഏതെങ്കിലും രീതിയിൽ അപക്വമായ നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ പുരുഷാവകാശം എന്ന കോസ് തന്നെ ദുർബലപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് നല്ല വൈബ്രന്റ് ആയ ഒരുപാട് പുരുഷാവകാശ പ്രവർത്തകരുണ്ട്, അവരോട് പറയാനുള്ളത്, ഞങ്ങളടക്കം ആരുടെയും, മിഷൻ മെൻസ് കമ്മീഷന്റെ അടക്കം ആരുടെയും പിന്തുണ ബസ് തടയലിനില്ല. പ്രതിഷേധത്തിന് മറ്റും കാര്യമുണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട്, സർക്കാരിനോട് അഭ്യർത്ഥിക്കാം. പക്ഷേ എക്സ്ട്രീം നിലപാടുകളിലേക്കും നടപടികളിലേക്കും ആരും പോകരുത്.
ഏറ്റവും മിതമായി സ്ത്രീകളെ അനുകൂലിച്ച് സ്ത്രീകൾക്ക് പരിഗണനയും മുൻഗണനയും കൊടുക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ പുരുഷനെ അവഗണിക്കരുത് എന്ന് മാത്രമാണ് ലിമിറ്റഡ് പോയിന്റ്സ്. അത്തരം പോയിന്റുകൾ വിജയിപ്പിക്കാൻ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന കാലത്ത് ഈ ബസ് തടയും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് എന്തർത്ഥമാണോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ ബസ് തടയലടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അത് പ്രഖ്യാപിച്ച ആൾക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ പുരുഷാവകാശങ്ങളുടെ കോസ് കൂടുതൽ ദുർബലപ്പെടുകയാണ് നമ്മൾ അമിതമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ. അത് പടക്കം പൊട്ടിക്കുന്നതാണെങ്കിലും ലഡ്ഡു ആണെങ്കിലും. ഇപ്പം പൾസർ സുനിയെ മാലയിടാൻ പോയി. എന്തർത്ഥത്തിലാണ് പൾസർ സുനിയെ മാലയിടുന്നത്? കോടതി ക്രിമിനലായി കണ്ടെത്തിയ ഒരു വ്യക്തിയും മറ്റുമാണ്. ശ്രീ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി രീതി ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നതും പൾസർ സുനിക്ക് മാലയിടുന്നതും രണ്ടാണ്. അപ്പം നാളെ പലപ്പോഴും നമ്മൾ റീസണബിൾ ആയ ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പം പോലും യുക്തിസഹമായ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സ്വീകാര്യമായ കാര്യം മുമ്പോട്ട് വെക്കും പോലും അത്തരം വാദങ്ങൾ ദുർബലപ്പെടാനേ ഈ അമിത പ്രതികരണങ്ങളും അതിശയോക്തി കലർന്ന പ്രതികരണങ്ങളും നമ്മളെ കാര്യമാക്കുകയുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയം ഞങ്ങളുടെ അടക്കം ആരുടെയും പിന്തുണ അത്തരം എക്സ്ട്രീം റിയാക്ഷൻസിനില്ല എന്നും, നാളെ പുരുഷനും കൂടി ഏതെങ്കിലും സൗജന്യം വേണം, ചില പ്രായത്തിലുള്ള ആണുങ്ങൾക്കും കൂടി സൗജന്യം വേണം, അവർക്കും കൂടി സർക്കാർ സപ്പോർട്ട് ചെയ്യണം, അത്തരം മിതവാദ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രസക്തമായിട്ട് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനെതിരെ ഒരു ആരോപണം വന്നാൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് പുരുഷനും സ്ത്രീയും എടുക്കണം തുടങ്ങിയ കാര്യങ്ങളും ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം ഈ വ്യാജ പരാതികളടക്കം റേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ്സും ഗൗരവവും ചോർത്തിക്കളയാൻ ഇടയാകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സ്ത്രീപീഡന ആരോപണങ്ങളിൽ കോടതി വിധി പറയുന്നതിന് മുന്നേ ഈ പുരുഷന്മാരുടെ പേര്, അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് 12:05 കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. ഈ സമയത്ത് ഒരു പെൺകുട്ടി ഇവിടെ, ഈ സമയത്ത് നമുക്കെല്ലാം അറിയാം നിങ്ങളിവിടെ ഉണ്ടെന്ന്. ഒരു പെൺകുട്ടി നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ FIR ആവും, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ വാർത്തയാവും. അത് കഴിഞ്ഞ് നിങ്ങൾ തെളിയിക്കുള്ളൂ, നിങ്ങൾ ഇവിടുത്തെ CCTV വിഷ്വൽസും സാക്ഷിയൊക്കെ വെച്ചിട്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യാജ പരാതികളെ നേരിടാൻ അല്ലെങ്കിൽ പുരുഷനൊരു സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് ഈ ഒരു നിയമം. നമ്മൾ പുതുതായിട്ട് ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലാണ്. പുരുഷന്റെ പേര്, ഇപ്പം അതിജീവിത എന്ന് പറയുന്ന പോലെ പുരുഷൻ കുറ്റാരോപിതനായിരിക്കുന്ന സമയത്ത് പുരുഷന്റെ പേര് പുറത്ത് കാണിക്കുന്നതാണ്. അനവധി പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. ദീപക് ഉൾപ്പെടെ വെറുതെ ഒരു വീഡിയോ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ആളാണ് ദീപക്. ഒരൊറ്റ വീഡിയോയിൽ ഒരാളുടെ ജീവിതം പോയി. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചിലർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച് ഇപ്പോഴ് പാരലൈസ് വന്ന് കിടപ്പുണ്ട്. എലിവേഷൻ കുടിച്ചിട്ട് പിന്നെ ഫുള്ളി കോമയെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ കേസ് അന്വേഷിച്ച് വരുമ്പോൾ ഒന്നുമില്ല, വെറും ആരോപണം മാത്രമാണ്. അപ്പം ഈ കേസ് അന്വേഷിച്ച് കോടതി പ്രഥമ ദൃഷ്ട്യാ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരെങ്കിലും അയാളെ വെറും കുറ്റാരോപിതൻ അല്ലെങ്കിൽ അയാളും അതിജീവിതനായി അറിയപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. പിന്നെ അതുപോലെ ബസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് വളരെ തീവ്രമായ ഒരു നിലപാടുകളുമില്ല. ബസ് തടയൽ അല്ലെങ്കിൽ അതുപോലെ അതിനെതിരെ അങ്ങനത്തെ ഒരു മൂന്നാംകിട പ്രതിഷേധങ്ങൾക്ക് നമ്മൾ മുന്നോട്ടില്ല, അതും കൂടെ അറിയിക്കുന്നു. അങ്ങനെ പല സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനത്തെ പല പോസ്റ്റുകളും കണ്ടു, അതിൽ നമ്മളില്ല എന്നുകൂടെ അറിയിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ നാളെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കും, കണ്ടോ ബസ് തടയാൻ പോയിട്ട് എന്തായി. ഇപ്പോൾ ഇനി ആ ചെയ്യുന്നവരോടുമേ ഞാൻ അവരുടെ 1-2 സുഹൃത്തുക്കളോട് സംസാരിച്ചു. നമ്മൾ ഈ ഓവർ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഓവർ റിയാക്ഷൻ തെറ്റുമാണ്. ഓവർ റിയാക്ഷൻ കൊണ്ട് ഗുണവുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ബസ് തടയൽ പോലെ ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാവുന്ന കാര്യങ്ങളോട് ഒരു കാരണവശാലും യോജിപ്പില്ല. സ്ത്രീകളോടും കൂടി പൂർണ്ണ സഹകരണത്തോടെ യോജിക്കാവുന്ന മേഖലകൾ, ഫെമിനിസ്റ്റുകളോടക്കം യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി യോജിച്ചു പോകണം എന്ന് വിശ്വസിക്കുന്ന മിതവാദ സമീപനമാണ് ഞങ്ങൾക്കടക്കമുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.